الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام الأتمان الأكملان الأتمان خاتم الأنبياء والمرسلين محمد آله وصحبه وأمهات المؤمنين والمجاهدين في سبيل الله ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. സ്നേഹാദരണീയരായ വിശ്വാസികൾ, പ്രപഞ്ച സ്രഷ്ടാവായ നിയന്താവായ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ രഹസ്യ പരസ്യം സസൂക്ഷ്മമായി അറിയുന്ന വിലയിരുത്തുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൽ ഭയപ്പെട്ടുകൊണ്ട് ശക്തമായ തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുന്നു. ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തെ വ്യത്യസ്തങ്ങളായ വശങ്ങളിലൂടെ, കോണുകളിലൂടെ നമുക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. ഏത് മാനദണ്ഡത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവാചക ജീവിതത്തെ നിരീക്ഷിച്ചാലും പഠനത്തിന് വിധേയമാക്കിയാലും ആ മേഖലകളിലെല്ലാം സമ്പൂർണമായ വിജയം പ്രവാചകൻ കരസ്ഥമാക്കിയത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്റെ ജീവിതത്തെ ഒരു അധ്യാപകൻ എന്ന നിലക്ക് നാം ഒരു പഠനം നടത്തിയാൽ, നിരീക്ഷണം നടത്തിയാൽ, ഒരു യഥാർത്ഥ നല്ല അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നതിന് വളരെ കൃത്യമായ ഒരു രൂപം ആ പ്രവാചക ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. 23 വർഷക്കാലം എന്ന ഒരു അക്കാഡമിക് കലണ്ടർ, വിശുദ്ധ ഖുർആനും ഹദീസുകളുമാകുന്ന ഒരു സിലബസ്, മക്കയും മദീനയുമാകുന്ന ഒരു വിദ്യാലയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്ന് സഹാബത്താകുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സമ്പൂർണമായി അവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തവും സ്ഫുടവുമായ വിപ്ലവങ്ങൾക്ക്, മാറ്റങ്ങൾക്ക് വിധേയനാക്കാൻ സാധിച്ച ഒരു നല്ല, ഒരു എഫക്റ്റീവ് ടീച്ചർ ആയിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ആ ജീവിതം ഒരു അധ്യാപനമായിരുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പരിചയപ്പെടുന്ന ഒരു അധ്യാപകനായിക്കൊണ്ടാണ്. ഞാൻ ഓതി കേൾപ്പിച്ചു സൂറത്ത് നിസാഇന്റെ 164-ാമത്തെ വചനം, തുടക്കത്തിൽ ഖുത്ബയുടെ പ്രാരംഭത്തിൽ കേൾപ്പിച്ച വചനം. അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക് തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകിയിരിക്കുന്നു. നമുക്ക് അല്ലാഹു ഒരു വലിയ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, ഇദ് ബഅസ ഫീഹിം, അവരിലേക്ക് ഒരു റസൂലിനെ അയച്ചുകൊണ്ട്, മിൻ അൻഫുസിഹിം, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രവാചകനെ, ആ പ്രവാചകൻ അയച്ചുകൊണ്ടാണ് അനുഗ്രഹം ചെയ്തത്.
എന്താണ് ആ പ്രവാചകന്റെ ക്വാളിറ്റി? എന്താ? യസ്ലു അലൈഹിം ആയാതി, അള്ളാഹുവിന്റെ ആയത്തുകൾ, അവന്റെ വചനങ്ങൾ, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്ന പ്രവാചകൻ. വയുസക്കീഹിം, അവര് ഏതൊരു തിന്മയിലാണോ ഉണ്ടായിരുന്നത് അതിൽ നിന്ന് സമ്പൂർണമായി അവരെ ശുദ്ധീകരിച്ച പരിഷ്കരിച്ച പ്രവാചകൻ. വയുഅല്ലിമുഹുൽ കിതാബ, വേദഗ്രന്ഥത്തെ പഠിപ്പിക്കുന്ന പ്രവാചകൻ. വൽ ഹിക്മത, വേദഗ്രന്ഥത്തിന്റെ വ്യാഖ്യാനമായ ഹദീസുകളെയും. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവര് മുമ്പ് മക്കക്കാര് മദീനക്കാര് പ്രവാചകന്റെ നിയോഗത്തിന്റെ മുൻപ് വളരെ സ്ഫുടമായ വ്യക്തമായ വലാലത്തിലായിരുന്നു, വഴികേടിലായിരുന്നു, ശരിയായ മാർഗത്തിലായിരുന്നില്ല. വിശ്വാസരംഗത്തും കർമ്മരംഗത്തും സ്വഭാവരംഗത്തും ഒരു മനുഷ്യൻ ഇടപെടുന്ന സർവമാന മേഖലകളിലും യഥാർത്ഥ വഴിയിൽ നിന്ന് പിഴച്ച ഒരു സമൂഹത്തെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തുകൊണ്ട്, അത് പഠിപ്പിച്ചുകൊണ്ട്, അവരെ ശുദ്ധീകരിച്ചുകൊണ്ട് ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു. അത് മുഅ്മിനീങ്ങളുടെ മേൽ അല്ലാഹ് ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹമാണ് എന്ന് പ്രവാചകന്റെ ദൗത്യത്തെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. വീണ്ടും കാണാം സൂറത്തുൽ ബഖറയുടെ 282-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു, വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെ അല്ലാഹ് പഠിപ്പിക്കുന്നു. അല്ല പഠിപ്പിച്ചത്, അല്ലാഹ് പ്രവാചകൻ അയച്ചുകൊണ്ടാ പഠിപ്പിച്ചു. പ്രവാചകനിലൂടെയാണ് ആ അധ്യാപനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കിയത്. പ്രവാചകന്റെ സ്വന്തം വചനങ്ങളിൽ തന്നെ കാണാം ഖുർആൻ യുഅല്ലിമുകുമുൽ കിതാബ് എന്ന് പറഞ്ഞതിന്റെ ഒരു വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നു, ദഖല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസ്ജിദ വഖൗമുൻ യദ്കുറൂനല്ലാഹ് വഖൗമുൻ യതദാക്കറൂനൽ ഫിഖ്ഹ. പ്രവാചകൻ ഒരു പള്ളിയിലേക്ക് പ്രവേശിച്ചു. അവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. കുറച്ച് ആളുകള് അവര് ദിക്റിലാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ പറഞ്ഞു ദിക്റിൽ കഴിഞ്ഞു കൂടുന്ന ഒരു കൂട്ടം ആളുകൾ. മറ്റൊരു വിഭാഗം അതേ പള്ളിയിൽ തന്നെയുണ്ട്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കർമ്മശാസ്ത്ര സംബന്ധമായ ഇസ്ലാമിലെ വിജ്ഞാന സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും പഠിക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത് പഠനത്തിന്റെ മേഖലയിലാണുള്ളത്. പ്രവാചകൻ ചോദിച്ചു, കിലാ അൽ മജ്ലിസൈനി ഇലാ ഖൈർ, ഈ രണ്ട് മജ്ലിസ് മറ്റേ പള്ളിയിലാണ്. പ്രവാചകൻ ഒരു യാത്രാമധ്യ കയറിയ ഒരു പള്ളിയാണ്. അവിടെയാണ് രണ്ട് വിഭാഗം ആളുകളെ കാണുന്നത്. ഈ രണ്ട് വിഭാഗം ആളുകളിൽ ഉന്നതർ ശ്രേഷ്ഠർ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ എന്നൊരു പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു. അമ്മല്ലദീന യദ്കുറൂനല്ലാഹ്, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകൾ, വയസ്അലൂന റബ്ബഹും ഫഇൻ ശാഅ അഅതാഹും വഇൻ ശാഅ മനഅഹും, അവർ അല്ലാഹുവോട് ചോദിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ദുആ ഒക്കെ നിർവഹിക്കുമ്പോൾ റബ്ബിനോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പുകഴ്ത്തുന്നുണ്ട്. ചോദിക്കുന്നതിൽ നിന്ന് ചിലതൊക്കെ അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും, അല്ലാഹ് തടയാൻ ഉദ്ദേശിച്ചതൊക്കെ അല്ലാഹ് തടയുകയും ചെയ്യും. വഹാഉലാ, മറ്റൊരു വിഭാഗം ആളുകൾ, യുഅല്ലിമൂന അന്നാസ വയതഅല്ലമൂൻ, അവർ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്, അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, വഇന്നമാ ബുഇസ്തു മുഅല്ലിമാ, എന്നെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഒരു മുഅല്ലിമായി കൊണ്ട്, അധ്യാപകനായി കൊണ്ടാണ്. വഹാദാ അഫ്ളൽ, ഈ മജ്ലിസാണ് അഫ്ളലായ മജ്ലിസ്. ഫഖഅദ മഅഹും, ആ കൂട്ടത്തിൽ അവരുടെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നുവെന്ന്. ഞാനൊരു മുഅല്ലിമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം പരിചയപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ സഹാബത്തിന്റെ പ്രത്യേകത പറയുന്നു. എന്താണ്? കുൻതും ഖൈറു ഉമ്മ ഉഖ്രിജത ലിന്നാസ്, നിങ്ങൾ ഖൈറുമ്മത്താണ്, ജനങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെട്ട ഒരു ഖൈറുമ്മത്താണ് നിങ്ങൾ. സഹാബത്തിനെ കുറിച്ചാണ് പരാമർശം. എങ്ങനെയാ സഹാബത്ത് ഖൈറുമ്മത്തായത്? തിന്മകളിൽ മുഴുവൻ വ്യാപരിച്ചിരുന്ന ജാഹിലിയൻ സംസ്കാരത്തിൽ നിന്ന് ലോകത്തിന് മാതൃക സൃഷ്ടിക്കുന്ന മഹാരഥന്മാരായ ഈ ഉമ്മത്തിലെ ഖൈറു ഉമ്മത്തായി കൊണ്ട് സഹാബത്ത് എങ്ങനെ മാറി? ഏറ്റവും സൗമ്യമായി നിർവഹിക്കപ്പെടേണ്ട അധ്യാപന കർമ്മം, ഏറ്റവും വ്യവസ്ഥാപിതമായി പ്ലാനിങ്ങോടുകൂടി ആസൂത്രണത്തോടുകൂടി ഏറ്റവും ഫലപ്രദമായി ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണമോ അങ്ങനെ തന്റെ അധ്യാപനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചപ്പോഴാണ് ആ കൂട്ടത്തിൽ നിന്ന്
ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടായത്. അതാണ് മുആവിയത്ത് ബിൻ ഹകം അസ്സലമി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഫമാ റഅയ്തു മുഅല്ലിമൻ ഖത്തു അഫറഖ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിനെ പോലെ റിഫ്ഖുള്ള സൗമ്യനായ മറ്റൊരു അധ്യാപകനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് അധ്യാപകന്മാർ ഇന്ത്യയില്, ലോകത്ത് മൊത്തം ഒക്ടോബർ മാസം 5-ാം തീയതി അധ്യാപക ദിനം ആചരിക്കും. ഇന്ത്യയിൽ അത് സെപ്റ്റംബർ മാസം 5-ാം തീയതി. ഇന്ത്യയിലെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ഇന്ത്യൻ ഫിലോസഫിയെ സംബന്ധിച്ച്, പാശ്ചാത്യ ഫിലോസഫിയെ സംബന്ധിച്ച് ഗഹനത്തിലുള്ള ഗവേഷണ പഠനങ്ങൾ നടത്തി രണ്ടിനെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ചില രചനകളുടെ ലോകത്തിന് നൽകിയ സംഭാവന അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മയാണ്. ലോകത്തറിയപ്പെടുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. അവര് ഗ്രന്ഥരചനയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. അവർ ഉജ്ജ്വലമായ വാഗ്മികളായ പ്രാസംഗികന്മാരായ അധ്യാപകർ ആ മേഖലയിൽ അറിയപ്പെടുന്നുണ്ട്. അവർ സമൂഹത്തിന് ചെയ്ത വ്യത്യസ്ത തലങ്ങളിലുള്ള സേവനങ്ങളെ അതിന്റെ പേരിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സവിശേഷനാണ്, വ്യതിരിക്തതയുള്ളവനാണ്. പ്രവാചകൻ എഴുത്തറിയില്ലായിരുന്നു, പ്രവാചകന് വായന അറിയില്ലായിരുന്നു. മറ്റൊരു ആശയത്തിൽ നിന്ന്, സ്രോതസ്സിൽ നിന്ന് വായിച്ചെടുത്തുകൊണ്ട്, അതിൽ നിന്ന് പഠിച്ചെടുത്തുകൊണ്ട് അത് കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്നത്. മറിച്ച് ഉമ്മിയ്യ്, വിശുദ്ധ ഖുർആൻ അങ്ങനെ ഉമ്മിയീങ്ങൾക്കിടയിലേക്ക്, ഉമ്മിയീനിൽ നിന്ന് നാം പ്രവാചകനെ നിശ്ചയിച്ചു എന്ന 2 തവണ ഖുർആൻ ആവർത്തിച്ച് പ്രയോഗിച്ച പ്രയോഗമാണത്. അതെ, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധ്യാപനത്തിന്റെ സർവമാന മേഖലകളിലും വിജയത്തിന്റെ വെന്നിക്കൊടി അത് പാലിക്കുന്ന ഒരവസ്ഥ കേവലം അക്ഷരജ്ഞാനമില്ലാത്തവനിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് ആ പ്രവാചകന്റെ വ്യക്തിത്വത്തെയാണ്, ആ പ്രവാചകന്റെ അധ്യാപകന മേഖലയിൽ നിന്ന് നമ്മൾ മാതൃക സ്വീകരിക്കേണ്ടതിനെയാണ് അവിടെ നമ്മൾ പഠിക്കാൻ സാധിക്കുന്നത്. പ്രവാചകന്റെ അധ്യാപന ജീവിതത്തിലേക്ക് നമ്മൾ ഇങ്ങനെ എത്തി നോക്കിയാൽ ഏതാനും ചില പോയിന്റുകൾ മാത്രം പറഞ്ഞു പോവുകയാണ്. പ്രവാചകൻ എന്ന അധ്യാപകൻ ഒരു മുഷിപ്പ്, ഒരു കുട്ടിയോട് ഒരു കാര്യം പറയുമ്പോൾ ആ കുട്ടിക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ അസ്വസ്ഥത. സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കണക്ക് കുറച്ച് ടൈറ്റാണ്. മാഷന്മാര് ക്ലാസ് എടുക്കുന്ന കുട്ടികൾക്ക് ഇഷ്ടം. മാഷന്മാര് വരികയാണെങ്കിൽ അപ്പൊ തന്നെ എനിക്ക് വയറുവേദന തുടങ്ങും. മാഷർ അരമണിക്കൂർ കഴിഞ്ഞ് ക്ലാസ് ഒന്ന് മൂത്രമൊഴിക്കാൻ പോട്ടെ എന്ന് ചോദിക്കും. 5 മിനിറ്റ് പോയി മൂത്രമൊഴിക്കാൻ പറ്റുന്ന ദൂരം ഉണ്ടാവുള്ളൂ. പോയാൽ തിരിച്ചു വരുമ്പോ 15-20 മിനിറ്റ് ഒക്കെ. ഒരു മുഷിപ്പില്ലാതെ സംസാരിക്കുന്ന ഒരു നല്ല ടീച്ചറായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഒരു കാര്യം പറഞ്ഞാൽ ആ കാര്യം കേൾക്കുന്ന ശ്രോതാവിന് സ്ഫുടമായി മനസ്സിലാകുന്ന രീതിയിലായിരുന്നു പ്രവാചകൻ സംസാരിച്ചത്. പ്രവാചകന്റെ സംസാരത്തിന് ശബ്ദപരിമിതി ഉണ്ടായിരുന്നു, സമയദൈർഘ്യ പരിമിതി ഉണ്ടായിരുന്നു. ആവശ്യമുള്ള ശബ്ദത്തിൽ, പറയുന്നവന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ, അസ്വസ്ഥതയില്ലാതെ. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ യസ്റുദുൽ ഹദീസ കസർദികും, നിങ്ങളെ പോലെ നിർത്താതെ തുരുതുരോ സംസാരിക്കുന്നവനായിരുന്നില്ല പ്രവാചകൻ. ഒരാൾ ഇങ്ങനെ സംസാരിച്ചു പോവുക, ഒക്കെ കഴിഞ്ഞിട്ട് ഇവൻ എന്തേ പറഞ്ഞ് എന്ന് ആലോചിച്ചാൽ ഒന്നൊരു വലിയ കൊടുത്തൊന്നുമില്ലാത്ത ഒരവസ്ഥ. അങ്ങനത്തെ ഒരു ടീച്ചറായി, അങ്ങനത്തെ ഒരു സംസാര ശൈലിയായിരുന്നില്ല പ്രവാചകൻ ഉണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് അബൂ ദാവൂദ് രേഖപ്പെടുന്ന മറ്റൊരു ഹദീസിൽ കാണാം, റഹിമഹുല്ലാഹ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ റഹിമഹുല്ലാഹ് ഖാലത് കാന കലാമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കലാമൻ ഫസ്ലൻ യഫഹമുഹു കുല്ലു മൻ സമിഅഹു. പ്രവാചകൻ സ്ഫുടമായി, വ്യക്തമായി, മുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന സംസാര രീതിയാണ് ഉണ്ടായിരുന്നത്. കേൾക്കുന്ന കേൾവിക്കാരന് ഒരു നിലക്കും നിർത്തിയ നന്നായിരുന്നു എന്ന് തോന്നലില്ലാത്ത വിധം. എന്റെ സദസ്സിലിരിക്കുന്ന അധ്യാപകർ അവര് പ്രത്യേകമായി എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും ഒരു അധ്യാപകരായി മാറേണ്ടത്. നമ്മുടെ ഒരു ഏത് വിഷയത്തിൽ, കുടുംബത്തിനകത്ത്, കച്ചവട രംഗത്ത്, പൊതുരംഗത്ത്, കമ്മിറ്റി മീറ്റിംഗില്, എവിടെയും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതെന്ത് പറഞ്ഞു കേട്ടെന്ന് മനസ്സിലാവും. ആ പറയുന്ന സമയത്ത് കേൾവിക്കാരന് മുഷിപ്പുണ്ടാകരുത്, മടുപ്പുണ്ടാവരുത്. ഈ രൂപത്തിൽ ഒരു അധ്യാപകന്റെ റോളിൽ
പ്രവാചകനിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഫലപ്രദമായ അധ്യാപനം എന്ന് പ്രവാചക ജീവിതത്തിൽ നിന്ന് പഠിച്ചെടുത്ത് അത് നമ്മുടെ നിത്യജീവിതത്തിന്റെ സർവമാന മേഖലകളിലേക്കും അത് മാതൃകയായി സ്വീകരിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയെ ശ്രദ്ധിക്കേണ്ടത് അധ്യാപനം ഒരു ജോലിയായി സ്വീകരിച്ച ആളുകൾ, ഒരു കുട്ടികളെ, തന്റെ ശ്രോതാക്കളെ പ്രസംഗിക്കുമ്പോ കേട്ടിരിക്കുന്ന ആളുകളെ 20 മിനിറ്റ് 25 മിനിറ്റിലൊക്കെ സംസാരിച്ച് തീരാവുന്ന ഒരു വിഷയം 1 മണിക്കൂർ 1.5 മണിക്കൂർ അങ്ങോട്ട് എണീറ്റ് മനുഷ്യന് മുമ്പൊന്നും നീച്ച് പോകാനും വയ്യ, എന്നാ ഇരിക്കാനും വയ്യ, ഈ കോലത്തില് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ. സ്കൂളില് കലാമേളയും പിന്നെ സ്പോർട്സും ടൂറും എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് സിലബസ് ഒന്നും കവർ ചെയ്യൂല. എന്നിട്ട് ടീച്ചർമാര് സ്പെഷ്യൽ ക്ലാസ് ഞായറാഴ്ച ആകുന്നില്ല. ഞായറാഴ്ച ആയി തിങ്കളാഴ്ച മുതൽ കുട്ടികൾ വരക്കണതാണ്. ഒന്ന് ഞായറാഴ്ച ആയി കിട്ടിയാൽ മതിയായിരുന്നു വിചാരിച്ചു, ഒരു വലിയ റിലാക്സിന് വേണ്ടി. ആ ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ 12 മണി വരെ 1 മണി വരെയൊക്കെ കടിച്ചാ പൊട്ടാത്ത സബ്ജക്റ്റ് ഒക്കെ വെച്ചിട്ട് ടീച്ചർമാര് സ്പെഷ്യൽ ക്ലാസ്. ഒരു അധ്യാപകൻ അങ്ങനെ ആവാൻ പാടുള്ളതല്ല. വളരെ കൃത്യമായി താൻ ആർക്കാണോ എന്താണോ കൈമാറുന്നത് അവന് മടുപ്പില്ലാത്ത വിധം അത് കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ അങ്ങനെയായിരുന്നു ഒരു അധ്യാപകൻ. രണ്ടാമത്തെ ഒരു പോയിന്റ്, ഒരു നല്ല ആത്മവിശ്വാസം നൽകാൻ ഒരു അധ്യാപകന് സാധിക്കേണ്ടതുണ്ട്. ഭയപ്പാടില്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ കയറി വരും. റസൂലുള്ളാഹി ആ ഒരു ഗാംഭീര്യം ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി ആ വ്യക്തിത്വം, ആ മുഖം, ആ മുഖത്തിന്റെ പ്രസരിപ്പ്, വലതുഭാഗത്ത് അബൂബക്കർ, ഉമർ ഭാഗത്ത്, ഇടതുഭാഗത്ത് ഉമർ, ഒരു ഗാംഭീര്യമുള്ള ഒരു സിറ്റിംഗ്. അതിന്റെ ഇടയ്ക്ക് ഒരാൾ കയറി വന്നിട്ട് അയാൾ പടപടപടാന്ന് വിറയ്ക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ശാന്തനാണ്, ഞാനൊരു മലക്കല്ല, ബേജാറാവണ്ട. ഉണങ്ങിയ മാംസം ഭക്ഷിക്കുന്ന ഒരു ഖുറൈശി സ്ത്രീയുടെ മകനാണ് ഞാൻ. അടങ്ങ്, ഭയന്ന് വിറയ്ക്കുന്ന തന്റെ വിദ്യാർത്ഥിയെ വളരെ ശാന്തനാക്കിക്കൊണ്ട് ആശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന ഒരു പ്രവാചകനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് അധ്യാപക സമൂഹത്തിന്റെ ചില ആളുകളുടെ മുമ്പിലേക്കൊക്കെ കുട്ടികൾക്ക് കയറി ചെല്ലാൻ ഭയപ്പാടാണ്. ചില പിതാക്കന്മാരുടെ മുൻപിലേക്ക് മക്കൾക്ക് വരാൻ പേടിയാണ്. പിതാക്കന്മാർ അധ്യാപകന്റെ റോളിലായിരിക്കും. ഒരു കുട്ടി മാറേണ്ടത് ഉമ്മയുടെ ജീവിതത്തിൽ നിന്ന്, ഉപ്പയുടെ ജീവിതത്തിൽ നിന്നായിരിക്കണം. അവരുടെ മുൻപിലേക്ക് കയറി ചെല്ലുന്നതിനെ ഭയപ്പാടോടുകൂടി മക്കള് ഉണ്ടാകുന്ന ഒരു അവസ്ഥ വീടിന്റെ അന്തരീക്ഷങ്ങൾ ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു അധ്യാപകൻ പഠിക്കേണ്ട ഒരു പാഠമാണ് തന്റെ ശ്രോതാവിനെ, തന്റെ വിദ്യാർത്ഥിയെ എല്ലാ തരത്തിൽ നിന്നുള്ള ഭയപ്പാടുകളിൽ നിന്നും മോചിതനാക്കുക എന്നുള്ളത്. ഒരു അധ്യാപകൻ, മൂന്നാമത്തെ ഒരു പോയിന്റ്, നീതിമാനായിരിക്കും. ആരെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ കൈകാര്യം ചെയ്യുന്നവരോടെല്ലാം തുല്യമായ സമീപനം സ്വീകരിക്കും. ഒരു ഖുതുബ എങ്ങനെ പറയുമ്പോ അങ്ങനെ തല എങ്ങനെ തിരിക്കുന്നത്, അത് ബോധപൂർവം മനസ്സറിഞ്ഞ് തിരിക്കുന്നതാണ്. ഞാൻ അവനെ നോക്കിയിട്ടുണ്ട്, ഞാൻ ഇവനെ നോക്കിയിട്ടുണ്ട്, ഉറക്കം തൂങ്ങുന്നവനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അവൻ അറിയേണ്ടതുണ്ട്. ഒരാളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുക അധ്യാപകൻ ചെയ്യാൻ പാടില്ല. ഈ 40-50 വയസ്സായ ആൾക്കാർ പണ്ട് പറയുന്ന സ്കൂളിലെ ബാക്ക് ബെഞ്ചിലായിരുന്നു. അത് ബാക്ക് ബെഞ്ചായിട്ട് മാഷന്മാരവിടെ തട്ടിയതാണ്. മുമ്പിലുള്ള ഒരു ബെഞ്ചിനെ പരിഗണിക്കുക, എല്ലാ ദിവസവും ഹോംവർക്ക് ചെയ്ത് വരുന്നവനെ മാത്രം പരിഗണിക്കുക. ക്ലാസ്സിലെ എല്ലാ മേഖലകളിലും കരിക്കുലം ആക്ടിവിറ്റീസിലും കരിക്കുലത്തിന്റെ അപ്പുറത്തേക്ക് കോ കരിക്കുലം ആക്ടിവിറ്റീസിലും സജീവനായ കുട്ടിയെ അവനെ മാത്രം മാഷ്ക്ക് വലിയ ഇഷ്ടം. ബാക്കിയുള്ളവനൊക്കെ നേരം വെളുത്താ വൈകുന്നേരം വരെ ഇജൊന്നും നന്നാവൂല എന്ന് പറഞ്ഞിങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കുക. ഒരു അധ്യാപകൻ അങ്ങനെ ആകാൻ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഏറ്റവും വലിയ ഖുറൈശി പ്രമുഖനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. വിദ്യ കൊണ്ട്, അറിവ് കൊണ്ട് മുന്നേറിയവൻ, ഇബാദത്ത് കൊണ്ട് മുന്നേറിയവൻ, വീര്യത കൊണ്ട്, ശൂര്യത കൊണ്ട്, പൗരുഷം കൊണ്ട് മുന്നേറിയ ഉമർ ഉണ്ടായിരുന്നു ആ സദസ്സിൽ. സമ്പത്ത് കൊണ്ട് മുന്നേറിയ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു ആ സദസ്സിൽ. സമ്പത്തിന്റെ ഏറ്റവും താഴേക്കിടയിൽ, ദാരിദ്ര്യത്തിന്റെ താഴേക്കിടയിൽ, സൗന്ദര്യത്തിന്റെ താഴേക്കിടയിൽ ബിലാലിനെ പോലെയുള്ള, ഹബാബിനെ പോലെയുള്ള റളിയല്ലാഹു അൻഹുമാ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും തോന്നിയിരുന്നു അല്ലാഹുവിന്റെ റസൂൽ എന്നോടാ പറയുന്നത്. എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നു അല്ലാഹുവിന്റെ റസൂലിന് ഇന്ന വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഓരോ വ്യക്തികളോട് സദസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ മുഴുവൻ ആളുകളെയും പരിഗണിക്കുന്ന നീതിമാനായ, നീതിയിലധിഷ്ഠിതമായ ഒരു നിലപാടായിരുന്നു പ്രവാചകൻ എന്ന അധ്യാപകൻ തന്റെ ജീവിതത്തിൽ വെച്ചു പുലർത്തിയിരുന്നത് എന്ന. താഴേക്കടയിലുള്ള ആളുകളെ പ്രത്യേകം റസൂൽ പരിഗണിച്ചു.
ഒരിക്കൽ മാർക്കറ്റിലേക്ക് വരിക റസൂൽ അങ്ങാടിയിലേക്ക് വന്നപ്പോ ഗ്രാമീണനായ അറാബിയായ വികലാംഗനായ ദരിദ്രനായ ഒരു വ്യക്തി അങ്ങാടിയിലുണ്ട്. ആളുകളൊന്നും സാധാരണ മൈൻഡ് ചെയ്യാത്ത കാറ്റഗറി പെട്ടതാണ്. പ്രവാചകൻ പിന്നിൽ നിന്ന് പോയിട്ട് ഒരു പിടുത്താണ് ചേർത്തിപ്പിടിച്ച് തന്റെ ശരീരത്തിലേക്ക്, ആ പരിശുദ്ധമായ മേനിയിലേക്ക് ചേർത്തിപ്പിടിച്ച് പ്രവാചകൻ വിളിച്ചു ചോദിച്ചു, മൻ യശ്തരിൽ അബ്ദ്, ഈ അടിമൻ ആർക്കെങ്കിലും വേണോ? വിൽക്കാനുള്ളതാണെന്ന്. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോ ശബ്ദം കേട്ടപ്പോ, ആദ്യം ഒച്ച കേട്ടപ്പോ ബേജാറായി. കാരണം സ്വതന്ത്രനായ മനുഷ്യനെ പിടിച്ച് വിൽക്കണ കാല ആ മാർക്കറ്റിന്റെ ഉള്ളിന്നാണ് ഇതിനാർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ഒരു പ്രത്യേക സുഖം അനുഭവപ്പെടാം. പ്രവാചകന്റെ മേനിയോട് ചേർന്ന് നിൽക്കുകയാണ്. സ്വകാര്യമായിട്ട് അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, എന്നെ ആർക്ക് വേണം റസൂലെ? ഞാൻ എത്രമാത്രം താഴ്ന്നവനാണ്, എനിക്ക് എന്ത് വിലയാണ് എന്നെ വിറ്റാൽ കിട്ടുക എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറഞ്ഞു, ലാകിൻ ഇൻദല്ലാഹി അൻത വാൽ, അല്ല, അങ്ങനെയല്ല, അല്ലാഹുവിന്റെ അടുക്കൽ നീ ഏറ്റവും വിലമതിക്കുന്നവനാണ്, മൂല്യമുള്ളവനാണ് എന്ന് അദ്ദേഹത്തോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. ആളുകളുടെ എല്ലാവരെയും ഒന്നിച്ച് പരിഗണിക്കുന്ന ആ ഒരു നീതിയുടെ മാനസികാവസ്ഥ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ പ്രകടമായിരുന്നുവെന്ന്. നാലാമത്തെ ഒരു പോയിന്റ്, ഒരു അധ്യാപകൻ അദ്ദേഹം തന്റെ വിദ്യാർത്ഥികളെ നിരന്തരമായി മോട്ടിവേറ്റ് ചെയ്യുന്ന, പ്രോത്സാഹനം നടത്തുന്ന ഒരു വ്യക്തിയായി. പലപ്പോഴും അധ്യാപക സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് സംസാരത്തിലൂടെ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ അവരെ ഇകഴ്ത്തി നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന സ്വഭാവങ്ങൾ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോലും അത്തരത്തിൽ പ്രവാചകൻ ഭാഗത്തുനിന്ന് ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല എന്ന് പ്രവാചക ജീവിതത്തെ പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. ഒരു ഹദീസ് ശ്രദ്ധിക്കുക. അൻ ഹസൻ അൻ അബാ ബക്കർ ജാഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റാകിഉൻ ഫറകഅ ദൂന الصف ثم مشى الى الصف فلما قضى النبي صلى الله عليه وسلم صلاته ايكم الذي ركع دون الصف ثم مشى الى الصف. ഒരാൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് സഫൊക്കെ കെട്ടിയ ആൾക്കാർ ഇങ്ങനെ നിൽക്കേണ്ട ഇടയ്ക്ക് ഓടി വന്നു. ഇസ്ലാമിന്റെ നിയമമുണ്ട്, ഒരാഗ്രഹം ഉണ്ട് നമുക്ക് റകഅത്ത് കിട്ടണം, ജമാഅത്ത് കിട്ടണം, ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് ഉളെടുത്ത് ഓടി വരാറുണ്ട്. ഓടാൻ പാടില്ല എന്ന് ഇസ്ലാമിന്റെ നിയമം. റസൂൽ പറഞ്ഞിട്ട്, നിങ്ങൾ സാവകാശത്തിൽ നടന്നു പോവുക, ഇമാമിന്റെ കൂടെ ലഭ്യമായത് സ്വീകരിക്കുക, എന്നിട്ട് നഷ്ടം വന്നാൽ നിങ്ങൾ അത് പൂർത്തീകരിക്കുക. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഇങ്ങനെ ഓടി വന്ന ഒരു വ്യക്തിയോട് നമസ്കാരം പൂർത്തീകരിച്ചതിന് ശേഷം റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് നന്മ വരുത്തട്ടെ, നന്മ വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ജമാഅത്ത് കിട്ടണം എന്നുള്ള ഒരു പൂതി, ഒരാഗ്രഹം. പക്ഷേ വലാ തഅസ്, ആവർത്തിക്കരുത് കേട്ടോ. അതാണ് ടീച്ചിങ്. ഒരിക്കലും അദ്ദേഹം ചെയ്തൊരു തെറ്റാണ്. തെറ്റിനെ തെറ്റായി, എന്താണോ നീ കാണിക്കുന്നത്? എത്ര തവണ മെമ്പറിന്റെ മുകളിൽ ഖുതുബ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. പിന്നെ ഇതന്നെ ആവർത്തിച്ച് ചെയ്യാം. ചീത്ത വിളിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയല്ല ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് റസൂലുള്ളാഹി. എന്നിട്ട് എവിടെയും കൊള്ളാതെ അദ്ദേഹത്തിന്റെ നടപടിയെ പ്രവാചകൻ തിരുത്തുകയാണ്. ഇനി ചെയ്യരുത്, ഒരു റിപ്പീറ്റേഷൻ, ആവർത്തിച്ച് ഈ ഒരു പ്രവണത ഉണ്ടാകുവാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ സാലിം, അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറയാ, അദ്ദേഹം ഇങ്ങനെ രാത്രി അടക്കം നിസ്കാരം ഒഴിവാക്കി. റസൂലുള്ള വിവരം അറിഞ്ഞു. രാത്രി നിസ്കാരം സുന്നത്താണ്, ആണെങ്കിൽ നിസ്കരിക്കണം, നല്ലതാണ്. ധാരാളം നന്മകൾ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടി നല്ല കാര്യം. ആ നമസ്കാരം ഒരു സ്ഥിരത ജീവിതത്തിൽ ഇല്ലാത്ത ഈ സ്വഹാബിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി എന്താ പറഞ്ഞു? നിഅമർ റജുലു അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പിന്നെ പറഞ്ഞു, ലൗകാന യുസല്ലി മിനൽ ലൈൽ, അദ്ദേഹം രാത്രി നിസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ. പിന്നൊന്നും പറഞ്ഞില്ല, അവിടെ ചെന്നിട്ട് അതുള്ളൊക്കെ ഒരു കുഴപ്പമില്ല, അതുള്ള ഫിറ്റാണ്, ഫുൾ ഫിറ്റാ, എത്ര നല്ല മനുഷ്യനാ. രാത്രി നിസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ. ഇതാണ് ഒരു അധ്യാപകന്റെ വാചകങ്ങൾ. അറുത്ത് മുറിച്ച് ക്ലിഷ്ടമായി മുറിച്ച വാചകങ്ങളിലൂടെ തന്റെ ശ്രോതാവിനെ, തന്റെ പഠിതാവിനെ ജീവിതത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ വരുത്താൻ പര്യാപ്തമായ രീതിയിലുള്ള പ്രയോഗങ്ങൾ ആ ഹദീസിന്റെ തുടർച്ചയിൽ കാണാം. ഈ സംഭവം അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച്. അബ്ദുല്ലാഹി ബിൻ ഉമർ
അദ്ദേഹത്തിന്റെ മകൻ സാലിമാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നിട്ട് സാലിം പറയാം, റസൂലുള്ള ഈ വാചകം പറഞ്ഞതിന് ശേഷം ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീല, അദ്ദേഹം രാത്രി കുറച്ചല്ലാതെ ഉറങ്ങിയിരുന്നില്ല. അബ്ദുള്ള രാത്രി കുറച്ച് നിസ്കരിക്കും കൂടി ചെയ്തിരുന്നെങ്കിൽ എന്ന ഒരൊറ്റ പ്രയോഗത്തിൽ നിന്ന് രാത്രി കുറച്ച് സമയം ഒഴിച്ച് ബാക്കി സമയം നമസ്കരിക്കുന്നവനായി ജീവിതം മാറും. അങ്ങനെയുള്ള പ്രയോഗ രീതിയായിരുന്നു പ്രവാചകന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. അഞ്ചാമത്തെ ഒരു പോയിന്റ്, പ്രവാചകൻ എന്ന അധ്യാപകൻ തന്റെ ശ്രോതാവിൽ, തന്റെ പഠിതാവിൽ, തന്റെ വിദ്യാർത്ഥിയിൽ തന്നിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ട സമൂഹം, തലമുറ അപകടങ്ങളെ തൊട്ട് മുന്നറിയിപ്പ് നൽകുന്നവനായിരിക്കണം. ഇത് അധ്യാപക സമൂഹത്തിൽ നിന്ന് പലപ്പോഴും പല മേഖലകളിൽ നിന്ന് വരുന്ന പല പ്രതികരണങ്ങളും രീതികളുമൊക്കെ. കഴിഞ്ഞ ആഴ്ച പട്ടാമ്പിക്കടുത്ത് ഷൊർണൂര് ഒരു വിദ്യാലയത്തിലേക്ക് അധ്യാപകൻ മദ്യപിച്ച് ലക്ക് കെട്ടുകയറി അവിടെയുള്ള പെൺകുട്ടികളെ ലൈംഗികമായി ദേഹോപദ്രവം വരുന്നു. കുട്ടികൾ യൂണിവേഴ്സിറ്റിയിൽ പരാതി കൊടുക്കുന്നു, അന്വേഷണ കമ്മീഷൻ നിശ്ചയിക്കുന്നു. അധ്യാപകൻ പൂർണ്ണമായി തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെടുന്നു. നടപടി എടുക്കാൻ വന്ന് നോക്കുമ്പോൾ മാഷെ കാണാനല്ല, മാഷ് മുങ്ങിയിട്ടുണ്ട്, ആള് ഒളിവിലാണുള്ളത്. പലപ്പോഴും പല മേഖലകളും ഒരു തലമുറയെ സംസ്കരിക്കേണ്ട അധ്യാപകർ, ആ അധ്യാപകരിൽ നിന്ന് തന്നെ വീഴ്ചകൾ സംഭവിക്കുമ്പോൾ അവരിൽ വരാനിരിക്കുന്ന ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മറ്റുള്ള മേഖലകളെ കുറിച്ചും പഠനം നടത്തുകയും അവരിലേക്ക് അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടെങ്കിൽ അപകടങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകി അവരെ തിരുത്തുകയും ചെയ്യേണ്ടവരായിട്ടുള്ള അധ്യാപക സമൂഹം, അവരിൽ നിന്ന് വലിയ വീഴ്ചകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ പ്രവാചകൻ അങ്ങനെ ആയിരുന്നില്ല. തന്റെ ഉമ്മത്തിന് വരാൻ സാധ്യതയുള്ള സർവമാന അപകടങ്ങളെ തൊട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന് താക്കീത് നൽകിയിട്ടുണ്ട്. രാത്രി ഉറങ്ങുമ്പോ വിളക്കിണക്കണം, ബോധം ഉണ്ടാവണം. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറയൂല, വെറുതെ പറയില്ല പ്രവാചകൻ. ആ പറഞ്ഞതിന്റെ പിറകിൽ ഒരു കാരണം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആ പ്രവാചകൻ ഒരു അപകടത്തെ കുറിച്ച് തന്റെ ഉമ്മത്തിനുള്ള താക്കീത്, ഒരു അധ്യാപകൻ ഈ ഒരു റോള് നിർവഹിക്കുന്നവനായിരിക്കണം. പ്രവാചകൻ താക്കീത് നൽകപ്പെട്ട വലിയൊരു മേഖലയാണ് സാമ്പത്തികമായ മേഖല. പ്രവാചകൻ പറഞ്ഞു, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നതു ഉമ്മതി അൽ മാൽ. എല്ലാ ഉമ്മത്തിനും ഒരു വലിയ കുഴപ്പമുണ്ട്, ഒരു ഫിത്നയുണ്ട്, പരീക്ഷണമുണ്ട്. എന്റെ ഉമ്മത്ത് പരീക്ഷിക്കപ്പെടുക സമ്പത്തിന്റെ വിഷയത്തിലായിരിക്കും. അതുകൊണ്ട് ആ സമ്പത്ത് വരുന്ന മേഖലയും പോകുന്ന മേഖലയും അതിസൂക്ഷ്മത പുലർത്തണമെന്ന പാഠമാണ് 1400 വർഷങ്ങൾക്കപ്പുറത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അധ്യാപകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു വെച്ച് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം കുടുംബത്തിൽ, സമൂഹത്തിൽ, കച്ചവട രംഗത്ത്, പൊതുരംഗത്തൊക്കെ പ്രവർത്തിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മിൽ നിന്ന് പഠിക്കുന്നവരും മറ്റുള്ളവർ നമ്മിൽ നിന്ന് മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നവരുമായിരിക്കണം. അതിന് നമുക്ക് മാതൃകയായി വർത്തിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ പ്രവാചക ജീവിതത്തെ ആഴത്തിലുള്ള പഠനം നടത്താനും ആ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനും പരിശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ അയ്യുഹൻ നാസ് ഉസീകും വയ്യായ റാനിയൻ ബിതഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ ജീവിതത്തിലേക്ക് ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് എത്തി നോക്കിയാൽ ഒട്ടനവധി മാതൃകാപരമായ നടപടിക്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരൊറ്റ പോയിന്റ് കൂടി ചേർത്തി വെക്കുന്നു. പ്രവാചകന്റെ അധ്യാപനത്തിന്റെ ടീച്ചിങ് മെത്തഡോളജിയുടെ ഒരു സ്റ്റൈലായിരുന്നു ചോദ്യങ്ങൾ ചോദിക്കുക. ചോദ്യങ്ങൾ ചോദിക്കും, എന്നിട്ട് സഹാബത്തിനെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ആ പറഞ്ഞത് ശരിയാണെങ്കിൽ പ്രവാചകൻ അതിനെ പ്രോത്സാഹിപ്പിക്കും, അതിൽ അബദ്ധമുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തിക്കും. തന്റെ സമൂഹം ചോദ്യങ്ങൾ ചോദിച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കാര്യം വ്യക്തം, തന്റെ ശ്രോതാവിന്, പഠിതാവിന് താൻ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ആവശ്യമായ വ്യത്യസ്തങ്ങളായ രീതിശാസ്ത്രങ്ങൾ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ അവലംബിച്ചിരുന്നുവെന്ന് പ്രവാചക ജീവിതത്തെ പഠിക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും.
പ്രവാചകൻ ഒരിക്കൽ സദസ്സിൽ പ്രമുഖരായ സഹാബത്ത് എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ ചോദിച്ചു, ഒരു മരമുണ്ട്, ആ മരം ഒരു വിശ്വാസിയെ പോലെയാണ്, ഒരു വിശ്വാസിയുടെ ഉടമ ഒരു മരത്തെ പോലെയാണ്. ആ മരത്തിന്റെ എല്ലാ ഭാഗങ്ങളും മനുഷ്യന് ഉപകാരമുള്ളതാണ്, എല്ലാം. അതുപോലെയാണ് ഒരു വിശ്വാസി, അതുപോലെ ആയിരിക്കണം ഒരു വിശ്വാസി. ഏതാണ് ആ മരം? സഹാബികളോട് പ്രവാചകൻ ചോദിച്ചു. പല മറുപടി അവർ പറഞ്ഞു. പ്രവാചകൻ വിശദീകരിച്ചു കൊടുത്തു ഈന്തപ്പനയെ കുറിച്ച്. കേരളത്തിലെ നമ്മുടെ തെങ്ങ് പോലെ, തെങ്ങിന്റെ തടി, തെങ്ങിന്റെ ഓലയും തെങ്ങിന്റെ കാമ്പും തെങ്ങിന്റെ എല്ലാം അത് സമൂഹത്തിന് ഉപകാരമാണ്. അതുപോലെ ആവണം ഒരു വിശ്വാസം. ഒരു വിശ്വാസിയുടെ ശുദ്ധമായ ജീവിതം എങ്ങനെയാവണം എന്ന് ഒരു മരത്തെ ഉപമിച്ചുകൊണ്ട്, ആ മരം ഏതാണ് എന്ന് ആദ്യം ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് ഒക്കെയുള്ള അധ്യാപനത്തിന് അതിൻ്റെതായ ചില രീതികളുണ്ട്. ആ രീതികളെ മുഴുവൻ അവലംബിച്ചുകൊണ്ട് പ്രവാചകൻ കപടവിശ്വാസികളുടെ ലക്ഷണം പഠിപ്പിക്കുന്ന ഹദീസ് നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്, 3 എണ്ണമാകുന്നു അല്ലെ? പ്രവാചകൻ ചോദ്യം ചോദിച്ചത് കപടവിശ്വാസികളുടെ ലക്ഷണങ്ങളുടെ എണ്ണത്തെ കുറിച്ചിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ സഹാബത്തിനോട് ചോദിക്കുകയും അവരിൽ നിന്ന് ഉത്തരങ്ങളെ സ്വീകരിക്കുകയും ചില ചോദ്യത്തിന് അവർ അല്ലാഹു റസൂലും അറിയെങ്കിലും അവർ പറയും. കാരണം അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടി സൂക്ഷ്മത എന്ന നിലയ്ക്ക് അല്ലാഹു റസൂലുഹു അഅലം എന്ന് അവർ മറുപടി പറയും. റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ജീവിതത്തെ, പ്രത്യേകിച്ച് അധ്യാപനം എന്ന ആ മേഖലയെ ആഴത്തിൽ പഠിച്ച് എല്ലാവരും നല്ല അധ്യാപകരാവാൻ ശ്രദ്ധിക്കണമെന്ന് ഖുതുബയുടെ സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് വസിയത്ത് ചെയ്യും. ഞാൻ മാഷല്ലല്ലോ എന്ന് ചിന്തിക്കണ്ട. നിങ്ങൾ വീട്ടിലൊരു മാഷ, നിങ്ങളെ കണ്ടിട്ട് കുട്ടികൾ പഠിക്കും, നമ്മളെ കണ്ടിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കും, നമ്മുടെ വർത്താനം കേട്ട കുട്ടികൾ വർത്താനം പഠിക്കുക, നമ്മുടെ പെരുമാറ്റം കണ്ട കുട്ടികൾ പെരുമാറ്റം പഠിക്കുക, നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ സഹോദരങ്ങളും കാര്യങ്ങൾ പഠിക്കുക. നമ്മിൽ നിന്ന് പഠിക്കുന്ന ഒരു വിഭാഗം അങ്ങനെ റോഡിൽ കൂടെ അങ്ങനെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് താടിയൊക്കെ ഇങ്ങനെ നീട്ടി വെളുത്ത തുണി കുപ്പായൊക്കെ നടക്കുമ്പോൾ അവനെ വീക്ഷിക്കുന്ന ആളുകൾ അങ്ങാടിയിലുണ്ട്, കച്ചവട കേന്ദ്രങ്ങളിലുണ്ട്, പൊതുരംഗത്തുണ്ട്. അതുകൊണ്ട് ഒരു അധ്യാപകന്റെ റോള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അവിടെ വിജയിക്കേണ്ടതുണ്ട്, അവിടെ സമ്പൂർണമായി വിജയിക്കേണ്ടതുണ്ട്. വ്യക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു പുതുതലമുറ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു മേഖലയിൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. രണ്ടാമത് ഈ വിഷയത്തോട് ചേർന്നുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെയൊക്കെ മക്കള് രാവിലെ ഒരു 5-5:30 മണിക്കൊക്കെ കുട്ടികൾ ഉണർന്നാൽ 8:50 മണിയോട് കൂടി കുട്ടികൾ സ്കൂളിലേക്ക് പോകും. നമ്മുടെ അടുത്ത് കുട്ടികൾ ഉള്ളത് 2 മണിക്കൂർ മുന്നേ. കുട്ടികൾ 4-4:30-5 മണിയായിട്ട് വന്ന് 1 മണിക്കൂർ കളിയും കഴിഞ്ഞ് അവരെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 9-10 മണിക്ക് അവർ കിടന്നുറങ്ങും. നമ്മുടെ കയ്യിന്റെ ഉള്ളില് കുട്ടികൾ 4-5 മണിക്കൂർ, 9 മണി മുതൽ 4 മണി വരെ ഈ കുട്ടികൾ മുഴുവൻ നമ്മുടെ അധ്യാപകരുടെ കയ്യിലാണ്. നമ്മുടെ മക്കൾ അവരുടെ സ്വഭാവത്തിലും വിശ്വാസത്തിലും സംസ്കാരത്തിലും പ്രകടമായ മാറ്റങ്ങൾ വരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപക സമൂഹം അവരുടെ കയ്യിലാണ് നമ്മുടെ മക്കൾ ദീർഘമായ സമയമുള്ളത്. ഇന്നത്തെ ആധുനിക കാലത്തെ നമ്മുടെ സ്കൂൾ അധ്യാപകർ സംസ്കരിക്കപ്പെടേണ്ടതുണ്ട്, ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട്, ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞവരായിരിക്കേണ്ടതുണ്ട്. തങ്ങളുടെ കൈകളിലേക്ക് വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് നാളെയെ കുറിച്ചുള്ള ഒരു ഊടും പാവും നെയ്തു കൊടുക്കാൻ പ്രാപ്തരായ ആളുകളായി മാറേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ അധ്യാപകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു അധ്യാപക സമ്മേളനം മറ്റന്നാൾ ഞായറാഴ്ച രാവിലെ 8:30 മുതൽ വൈകുന്നേരം 4 മണി വരെ ഒരു പകല് മുഴുവൻ കൃത്യമായ ലക്ഷ്യബോധം അവർക്ക് നിർണയിച്ച് നടക്കുന്ന ഒരു സമ്മേളനം പട്ടാമ്പിയിൽ വെച്ച് നടക്കുകയാണ്. ഞാൻ ഈ സദസ്സിൽ ഹാജരുള്ള മുഴുവൻ അധ്യാപകരും ആ സമ്മേളനത്തിൽ പങ്കുകൊള്ളുന്നതിന് വേണ്ടി അവരെ ഹാർദമായി വിനയത്തോടു കൂടി അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ അയൽപക്കങ്ങളിൽ, നമ്മുടെയൊക്കെ ഏതൊക്കെ ബന്ധങ്ങളിൽ അധ്യാപകരുണ്ടോ ആ മുഴുവൻ അധ്യാപകരെയും ഒന്ന് ഫോൺ എടുത്ത് 15 മിനിറ്റ് 20 മിനിറ്റ് ഒന്ന് മാറിയിരുന്ന് ആ ഫോൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് ഏതൊക്കെ മാഷന്മാരെ നമ്പർ നമ്മുടെ ഫോണിലുണ്ടോ അവരെ മുഴുവൻ ആ സമ്മേളനത്തിലേക്ക് ഒന്ന് ക്ഷണിക്കുക എന്ന ദഅവത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കളുടെ ഭാവി അധ്യാപകരുടെ കൈകളിലാണ്. ആ അധ്യാപകർ സംസ്കരിക്കപ്പെടാതെ പോയാൽ നമ്മുടെ മക്കളാണ് നശിച്ചു പോവുക, നമ്മുടെ അടുത്ത തലമുറയാണ് നശിച്ചു പോവുക എന്ന ഒരു തിരിച്ചറിവോടുകൂടി ആ ഒരു വിഷയത്തിൽ നിങ്ങൾ
ഇടപെടണമെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപാട് സഹോദരങ്ങൾ മക്കൾക്ക് വേണ്ടി, ജ്യേഷ്ഠന്റെ മക്കൾക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി ഒക്കെ രോഗികളായിക്കൊണ്ട് നിരവധി ഹോസ്പിറ്റലുകളിൽ ചികിത്സ തേടിയ ആളുകൾക്ക് വേണ്ടി ദുആഇന് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന, പ്രയാസപ്പെടുന്ന നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്കും അല്ലാഹു ആഫിയത്തിനെ, ശിഫാഇനെ, സമ്പൂർണമായ ആരോഗ്യത്തെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് അല്ലാഹുവിന്റെ വെളിക്കുത്തരം നൽകി തിരിച്ചുപോയ നമ്മുടെ മാതാക്കൾ, പിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അവന്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وسلم والحمد لله رب العالمين.